ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്. മാത്രമല്ല ഇന്ന് ഫ്രൈഡേ ആണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ സുന്നത്ത് കഴിഞ്ഞിട്ട് അവന് പള്ളിയിൽ പോകുന്ന ദിവസം കൂടിയാണ്. അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനൊട്ടും തന്നെ സമയം കളയാതെ വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോ കണ്ടു നോക്കാം. ഇന്നിതാ നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥയാണ് കേട്ടോ കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. നല്ല വെയിലാണ് രാവിലെ തന്നെ. പക്ഷേ രാവിലെ തന്നെ വെയിലാണെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ പെട്ടെന്ന് മേഘങ്ങളൊക്കെ ഇട്ടിട്ട് കൂടിയിട്ട് മഴ പെയ്യാനുള്ള ചാൻസും കൂടി ഉണ്ടാവലുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്നൊരു മോർണിംഗ് ആയിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ പിന്നെ ഞാനിതാ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. എന്നാലും ഞാൻ നേരെ കിച്ചണിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് ഉമ്മ നൈസ്പത്തിരിക്കുള്ള മാവൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളവും പഞ്ചസാരയും പൊടിയും കൂടി തിളപ്പിച്ച് അതിലേക്ക് പാൽപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ചായ റെഡിയാക്കി എടുക്കുന്നുണ്ട്. എനിക്ക് പാൽപ്പൊടി ചായ കേട്ടോ പാൽ ചായനേക്കാളും കൂടുതൽ കുടിക്കാനായിട്ട് താല്പര്യം. അങ്ങനെ അതാ ചായയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പാൽ ചായ കുടിക്കുകയാണെങ്കിൽ കുറച്ച് സ്ട്രോങ്ങും കുറച്ചധികം മധുരം കൂടി ചേർത്ത ചായയാണ് എനിക്ക് എപ്പോഴും ഫേവറേറ്റ്. ഞാൻ ചായ റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ ഉമ്മ അതാ നൈസ്പത്തിരിയൊക്കെ ഒന്ന് നൈസായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ എൻ്റെ ചായയൊക്കെ ഒന്ന് കുടിക്കുകയാണ്. ചായക്ക് ഞാൻ ചെറിയൊരു സ്നാക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാറുണ്ട്. ഇന്ന് വേണ്ടി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അച്ചപ്പാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് എന്താ പറയാന്ന് എനിക്കറിയില്ല. വേറെ വെറൈറ്റി പേരുണ്ടെങ്കിലൊന്ന് താഴെ കമൻറ്റ് ചെയ്ത് പറയണേ. ഈ സമയത്ത് തന്നെ എൻ്റെ ബ്രദർ ഇതാ പുറത്ത് പോയി വന്നിട്ടുണ്ട്. അവൻ ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ ഒന്ന് എടുത്ത് അതത് സ്ഥാനത്ത് വെക്കുകയൊക്കെ ചെയ്തിട്ടോ. പിന്നെ ഈ സമയത്ത് ബ്രദറിൻ്റെ വൈഫ് പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് അമ്മ പറഞ്ഞു പിന്നെ പത്തിരിക്ക് നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ അമ്മ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ ബീഫ് കറിയൊക്കെ റെഡിയായി. ഞാനാണ് കേട്ടോ അന്ന് വേഗം തന്നെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. മോന് മക്കളെ കൂടെ കളിക്കുകയും കൊണ്ട് പിന്നെ ഞാൻ വേഗം ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ദോശയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് തലേ ദിവസത്തെ ദോശമാവ് ബാക്കിയുള്ളതൊന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ ചായ കുടിച്ച് കഴിയുന്ന സമയത്ത് ഇവർ മുകളിൽ പോയിട്ട് കുറച്ച് മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊന്ന് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് പറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചെറുപയർ പരിപ്പിൻ്റെ പായസത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വറുത്തിട്ടുള്ള നമ്മുടെ ചെറുപയർ പരിപ്പ് കഴുകിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ 3-4 വിസിൽ കുക്ക് ചെയ്തെടുക്കണം. ഇതേ സമയം തന്നെ ഒരു 6 ശർക്കര അല്ലെങ്കിൽ ഒരു 5 ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ നല്ല രീതിയിലൊന്ന് മെൽറ്റാക്കി എടുക്കുക കേട്ടോ. ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ പരിപ്പ് നല്ല രീതിയിലൊന്ന് മാഷ് ചെയ്തെടുക്കണം. അതേപോലെ ശർക്കര പാനി നല്ല രീതിയിലൊന്ന് മെൽറ്റാക്കി അരിച്ചിട്ട് വേണം നമ്മൾ പായസത്തിലേക്ക് ചേർക്കാൻ. നല്ല രീതിയിലൊന്ന് മാഷ് ചെയ്ത ശേഷം ഞാനിത് ഈ പരിപ്പിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് മെൽറ്റാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 3 കപ്പ് അല്ലെങ്കിൽ 2.5 കപ്പ് തേങ്ങയുടെ 2ാം പാല് കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു പാക്കറ്റ്, അതായത് 500 ml പാല് ഞാൻ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ പായസത്തിൻ്റെ മിക്സ് നല്ല രീതിയിലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പാക്കറ്റ് പാല് കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് തിളച്ച് ചെറിയ രീതിയിലൊന്ന് കുറുകി വരുന്ന സമയത്താണ് നമ്മൾ കട്ടിയുള്ള പാൽ, അതായത് തേങ്ങയുടെ 1ാം പാല് 1 കപ്പ് അല്ലെങ്കിൽ ഒരു 1.5 കപ്പ് കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. 1ാം പാല് ചേർത്തിട്ടുണ്ടെങ്കിൽ ഓവർ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 5-6 ഏലക്കയും 1.5 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി വറുത്ത് പൊടിച്ചത് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ചെറിയ ജീരകമാണ് നമ്മൾ ഈ ചെറുപയർ പരിപ്പിൻ്റെ പായസത്തിന് നല്ല ഹൈലൈറ്റ് ആയൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് അതേപോലെ നെയ്യിൽ വറവിടുന്ന സമയത്ത് ആദ്യം തേങ്ങാക്കൊത്ത് വറുത്തതിന് ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെറുപയർ പരിപ്പ് പായസത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്.
അങ്ങനെ ഇതാ പായസത്തിൻ്റെ പരിപാടിയൊക്കെ കംപ്ലീറ്റ് ആയ സമയത്ത് തന്നെ എൻ്റെ രണ്ടാമത്തെ താത്ത വന്നിട്ടുണ്ടായിരുന്നു. അവൾ വരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു പലഹാരം. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് സേമിയ ചട്ടിപ്പത്തിരി എന്നാണ് പറയട്ടോ. അതിനുശേഷം ഞാനിതാ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മാഗ്നേറ്റ് ചെയ്യാനായിട്ടുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മല്ലിയിലയും നമ്മുടെ മസാല പൗഡേഴ്സും കോൺഫ്ലോറും ഉപ്പും എല്ലാം കൂടി ചേർത്തൊന്ന് മസാല റെഡിയാക്കിയിരുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. അങ്ങനെ അതെല്ലാം കൂടി നമ്മുടെ ചിക്കനിലേക്ക് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതാ മോന് ഫുഡൊക്കെ കൊടുത്ത് അവനൊന്ന് കുളിപ്പിച്ച് അവനൊന്ന് ഉറക്കി സെറ്റാക്കിയിട്ടുണ്ട്. എന്നാലും എനിക്ക് എൻ്റെ പണികളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതേ സമയത്ത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് അതൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചിടുന്നുണ്ട്. ഇതോടെ നമ്മൾ ഏകദേശം ക്ലീനിങ് പരിപാടിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കിച്ചണിലെ കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഈ സമയത്ത് ഉമ്മ അതാ ബീഫിലേക്കുള്ള ചെറിയുള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം ഞാനിതാ റൂമിലേക്ക് പോയപ്പോൾ ബ്രദറിൻ്റെ മോന് കുളിച്ചെന്ന് വന്നിട്ടുണ്ട്. ഇനി അവനെ ഒരുക്കുന്ന പരിപാടിയാണ് കേട്ടോ. നമ്മളിവിടെ തുണിയാണ് അവന് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. വൈറ്റ് തുണിയും അതേപോലെ ഡാർക്ക് ഗ്രീൻ ഷർട്ടുമാണ് കേട്ടോ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അവന് നല്ല ഭംഗിയാണ് കേട്ടോ ഷർട്ട് ഇട്ടാൽ കാണാനായിട്ട്. അങ്ങനെ അവനൊന്ന് നമ്മൾ റെഡിയാക്കി നിർത്തുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും നമുക്ക് റെഡി ആവാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. എവിടെയും പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആൾ. അങ്ങനെ നമ്മൾ അവൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ തിരക്കില്ലാണ്. അന്നപ്പോഴത്തേക്ക് തന്നെ താത്തൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ എങ്ങനെയുണ്ട് അവൻ്റെ ലുക്ക് എന്ന് നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്ത് പറയണേ. ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാനുള്ള ബീഫ് റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുക്കറിൽ വേവിച്ചിട്ട് അടുപ്പത്ത് നമ്മൾ നല്ല രീതിയിലൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ മൂത്ത സിസ്റ്റർ വന്നിട്ടുണ്ട്. എനിക്ക് 2 താത്തമാരും ഒരു ഇക്കാക്കിയാണ് ഉള്ളത്. അവൾ കൊണ്ടുവന്ന പലഹാരമാണിത്. നമ്മൾ ഈ റവ ലഡുവും അതേപോലെ ബനാന കേക്ക് കായ്പോളയാണ്. അങ്ങനെ അവർ അൽഹംദുലില്ലാ പള്ളിയിലേക്ക് പോവാണ്. കാക്കയും മോനും പിന്നെ എൻ്റെ താത്തൻ്റെ മൂത്ത മോനും കൂടിയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അവരൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് അവർ വരുന്നതിന് കുറച്ച് തൊട്ട് മുമ്പായിട്ട് ചിക്കൻ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ബിരിയാണിയൊക്കെ ദമ്മിട്ട് നല്ല സെറ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ മോന് കയറുന്നതോടെ എനിക്ക് ഒരുപാട് ക്ലിപ്പൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. എടുത്തതൊക്കെ അൽഹംദുലില്ലാ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഫുഡ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അതേപോലെ ബീഫ് ഫ്രൈയും ആയിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്കുള്ള നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രീ ആയ സമയത്ത് മോനും കാക്കൻ്റെ മക്കളും കൂടി നല്ല കളിക്കലാട്ടോ. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോൾ നല്ല അടിപൊളി മഴയാണ് കേട്ടോ. രക്ഷയില്ല പറയാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.